ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ സാംസങ്ങിൻ്റെ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2.1 സൗണ്ട് ബാറിൻ്റെ ഒരു ഇനീഷ്യൽ ഇംപ്രഷൻ പറയാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് ഇതിൻ്റെ സബ് വൂഫർ. നിങ്ങൾക്ക് കാണാം സാംസങ്ങിൻ്റെ ബ്രാൻഡിങ് ഉണ്ട്. ഓക്കെ, ഒരു 2.1 ചാനലിൻ്റെ ഒരു സബ് വൂഫറാണ്. T42E/XL എന്നാണ് ഇതിൻ്റെ ഒരു പേര്. നമ്മളിത് അൺബോക്സ് ചെയ്തിട്ട് നമ്മളിത് ഫിറ്റ് ചെയ്തു. ബോക്സിൻ്റെ അകത്ത് നമുക്ക് നോർമലായിട്ട് വരുന്നത് സൗണ്ട് ബാർ വരുന്നുണ്ട്, ദെൻ ഈ സബ് വൂഫർ, പിന്നെ ഇതിൻ്റെ കണക്റ്റിംഗ് പവർ കോഡ്സ് കേബിൾസ്, പിന്നെ ഒരു ഒപ്റ്റിക്കൽ കേബിൾ വരുന്നുണ്ട്, കൂടാതെ ഈ റിമോട്ടും, പിന്നെ ഇതിൻ്റെ ഒരു രണ്ട് ബാറ്ററിയാണ് വരുന്നത്. അടുത്തായി നമുക്ക് ഇതിൻ്റെ സ്പെക്കിലോട്ട് പോവാം. ഇതൊരു 2.1 ചാനലാണ്. ഇവിടെ ഒരു സ്പീക്കർ വരുന്നുണ്ട്, പിന്നെ ഇവിടെ ഒരു സ്പീക്കർ വരുന്നുണ്ട്. പിന്നീട് നമുക്ക് ഈ സബ് വൂഫറാണ് വരുന്നത്. ഒരു 150 വാട്ട്സിൻ്റെ ഔട്ട്പുട്ടാണ് ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. സൗണ്ട് ക്വാളിറ്റീനെ പറ്റി നമുക്ക് ഒരു രക്ഷയില്ല എന്ന് പറയാം. കാരണം ഈ ഒരു വർത്ത് ഓഫ് ദ പ്രൈസാണ് ഈ സാധനം. നമുക്ക് ഈ ഒരു പ്രൈസിന് ഇത് വർത്താണ്. ഓക്കെ, നമ്മൾ ബാക്കിയുള്ള ബ്രാൻഡ് ഇപ്പോൾ ബോട്ടുണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക, കുറേ ഗോവോ, അങ്ങനെ ഒരുപാട് സബ് ബ്രാൻഡ്സ് ഇന്ത്യയിൽ വരുന്നുണ്ട്, ചൈനീസ് ബ്രാൻഡ്സ്. അത് ആക്ച്വലി റീബ്രാൻഡ് ചെയ്ത് വരുന്നതാണ്. അതിൻ്റെ അകത്തിരിക്കുന്ന സ്പീക്കേഴ്സിനൊക്കെ ഒരു വിധം ക്വാളിറ്റി വളരെ കുറവാണ്. പക്ഷേ സാംസങ്ങിൻ്റെ ഇതിൻ്റെ ക്വാളിറ്റി ഞാൻ കേൾപ്പിക്കാൻ കുറച്ച് കഴിയുമ്പോൾ ഒരു അസാധ്യ ക്വാളിറ്റി പെർഫോമൻസ് ആണ് ഇതിന് വരുന്നത്. നമ്മൾ ആക്ച്വലി ഇത് നമ്മുടെ റൂമിൻ്റെ കുറച്ച് മുകൾ ഭാഗത്തായിട്ടാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ ഒരു പ്രൊജക്ടർ കണക്ട് ചെയ്തിട്ട് നമ്മുടെ റൂമിൻ്റെ ഒരു ഡയമെൻഷൻ ഇങ്ങനെ ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ വയറിംഗ് എല്ലാം നമ്മൾ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഒരു ഫാനിൻ്റെ പോയിൻ്റിൽ നിന്ന് എടുത്ത് കൊടുത്തു, പിന്നീട് നമ്മളിവിടെ കണക്ട് ചെയ്തു. ഈ പോകുന്നത് സബിലേക്കുള്ള വയറാണ്, ഈ റെഡ് കളർ കാണുന്നത്. പിന്നെ ബ്ലാക്ക് ആണ് ഇതിൻ്റെ പവർ കോഡാണ്. പിന്നെ ഇതിൽ നമുക്ക് ഈ ഭാഗത്തായിട്ട് ഒപ്റ്റിക്കൽ കൂടി കണക്ട് ചെയ്യാം. പിന്നെ HDMI ARC പോർട്ട് ഇതിനില്ല, ബട്ട് ബാക്കിയെല്ലാം അത്യാവശ്യം ഓക്കെയാണ്. നമുക്ക് കാണാൻ പറ്റും സാംസങ്ങിൻ്റെ ബ്രാൻഡിങ് മെയ്ഡ് ഇൻ വിയറ്റ്നാം എന്നാണ്. നോർമൽ ചൈനീസ് പ്രൊഡക്റ്റ് അല്ല ഇത്, സാംസങ് ഇത് ആക്ച്വലി, പ്ലാസ്റ്റിക് അല്ല. പിന്നെ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയും നല്ലൊരു സ്റ്റാൻഡേർഡ് ബിൽഡ് ക്വാളിറ്റി. അറിയാലോ, സാംസങ് ആണ്. ആ ഒരു ക്വാളിറ്റി ഇവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇതിൽ. അത് സബ് വൂഫറിൻ്റെ കാര്യമാണ്. ഈ സ്റ്റാൻഡ് നമ്മൾ ഉണ്ടാക്കിയതാണ്. ഇത്ര ഹൈറ്റിൽ വെക്കേണ്ട കൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്തിരിക്കുന്നത്. സബ് അത്യാവശ്യമാണ്. ഇവിടെ ഒരു ബേസ് റേഡിയേറ്ററിൻ്റെ ഔട്ടുണ്ട്, പിന്നെ ഇവിടെ ഒരു ചെറിയ ഹോളുണ്ട്, നമുക്ക് കാണാം. അതാണ് ബേസിൻ്റെ എയർ ഇൻടേക്ക് വരുന്നത്. അടുത്തായി ഇതൊരു ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സൗണ്ട് ബാറാണ്. പിന്നെ ഇതിൽ നമുക്ക് മുകളിലായിട്ട് സ്വിച്ചസ് കാണാം. ഇവിടെ പവർസ് ബട്ടൺ ഉണ്ട്, വോളിയം കൺട്രോൾ ബട്ടൺ ഉണ്ട്, പ്ലസ് ബട്ടൺ, മൈനസ് ബട്ടൺ, ദെൻ ഇൻപുട്ട് മോഡ് ചൂസ് ചെയ്യാനുള്ള ബട്ടൺ എല്ലാം മുകളിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കിത് മൗണ്ട് ചെയ്യാനുള്ള ഈ ഒരു സ്റ്റാൻഡും ഇതിനോടൊപ്പം കിട്ടിയിരുന്നു. നമ്മളിത്തിരി ഇൻക്ലൈൻ ചെയ്താണ് വച്ചിരിക്കുന്നത്. കാരണം സൗണ്ട് നമുക്ക് റൂം ഇങ്ങനെ ഹൈറ്റിലായതുകൊണ്ട് നമുക്ക് താഴോട്ട് പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്കപ്പോൾ ഇതിൻ്റെ ഒപ്പം കിട്ടിയ റിമോട്ടിനെ പറ്റി സംസാരിക്കാം. ഒരു പ്രീമിയം സാംസങ് റിമോട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. സാംസങ്ങിൻ്റെ ബ്രാൻഡിങ് ഉണ്ട്. പിന്നെ ടോഗിൾ ബട്ടൺസ് ഉണ്ട്, പ്ലേ പോസ് ഉണ്ട്, പ്ലെയർ ചെയ്യാനുള്ള ബട്ടൺ, സെലക്ട് ചെയ്യാനുള്ളത് പവർ ഓൺ ഓഫ്, പിന്നെ മ്യൂട്ട് ചെയ്യാൻ, പിന്നെ സൗണ്ട് മോഡ്. ഇതെന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് സ്റ്റാൻഡേർഡ് ഉണ്ട്, സറൗണ്ട് ഉണ്ട്, ഗെയിം ഉണ്ട്, അതുപോലെ സ്മാർട്ട്, ദെൻ ബാക്ക് ടു സ്റ്റാൻഡേർഡ്. അങ്ങനെ അത്യാവശ്യം പല പല മോഡ്സിൽ നമുക്ക് കേൾക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്ക് വോളിയം പ്ലസും മൈനസ് ചെയ്യാൻ ജോയ്സ്റ്റിക്ക് പോലെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. കണ്ടോ, പ്ലസ് ചെയ്യുന്നതനുസരിച്ച് അവിടെ മാറുന്നത് കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഈ ഡിസ്പ്ലേ നല്ലൊരു കിടിലൻ ഡിസ്പ്ലേ ആണ് കേട്ടോ. നമുക്ക് വേറൊരു സൗണ്ട് ബാറിനും ഈ ഒരു തരത്തിൽ ഡിസ്പ്ലേ നമുക്ക് കാണാൻ സാധിക്കില്ല. അത്രയ്ക്ക് പ്രീമിയം ആയിട്ട് സാംസങ് കൊടുത്തിരിക്കുന്നത്. എല്ലാം വ്യക്തമായിട്ട് കാണാൻ പറ്റും. മറ്റൊരു LED ഇൻഡിക്കേഷൻസ് ഒന്നും ഇതിലില്ല. അടുത്തതായിട്ട് ബേസ് നമുക്ക് കൂട്ടാനൊക്കെ ആയിട്ടുള്ള ബട്ടൺ ഇവിടെ ഉണ്ട്. സെയിം സിസ്റ്റം തന്നെയാണ്. ടോപ്പിലോട്ട് കൊടുത്ത സബ് വൂഫറിൻ്റെ ബേസ് കൂടി കുറയും അതിന് വേണ്ടിയിട്ട്. ഇതൊരു പ്രീമിയം റിമോട്ടാട്ടോ. ഇതിൻ്റെ ഒപ്പമുള്ള ബാറ്ററി അവർ തരുന്നുണ്ട് നമുക്ക്. ഓക്കെ, അടുത്തത് നമുക്ക് ഇതിൻ്റെ സൗണ്ട് തന്നെ കേട്ട് നോക്കാം. ജസ്റ്റ് ഞാൻ വോളിയം കൂട്ടി നോക്കാം. 100 വരെ വോളിയം പോകും കേട്ടോ. നമ്മളിപ്പോൾ സ്റ്റാർട്ടിംഗ് ആണ്, 18 ആയിട്ടുള്ളൂ. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ ഹെഡ്സെറ്റ് യൂസ് ചെയ്താൽ മാത്രമാണ് ഇതിൻ്റെ ഒരു ബേസ് ക്വാളിറ്റിയും ട്രബിൾ ക്വാളിറ്റിയും നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഹെഡ്സെറ്റ് യൂസ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമുക്കൊരു ജനറൽ ഔട്ട്ലൈൻ ഇതിനെ പറ്റി പറയാനുള്ളത്.
എങ്ങനെയുണ്ട് സൗണ്ടെല്ലാം? നല്ല സെപ്പറേഷനായിട്ട് തോന്നുന്നു. അതായത് അത്യാവശ്യം ലെങ്ത്തുള്ള സൗണ്ട് ബാർ ആയതുകൊണ്ട് നമുക്ക് ലെഫ്റ്റും റൈറ്റും ഒക്കെ നല്ല സെപ്പറേഷനായിട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ ബേസ് ഒരു പഞ്ചി ബേസാണ്, ലൈക്ക് ഒരു പ്രീമിയം ഔട്ട്പുട്ടാണ്. നോർമലി ബോട്ടിൻ്റെ എല്ലാം ഒരു ബും ഭയങ്കര എഫക്റ്റ് അല്ല, ബേസ് മാത്രമല്ലേ ഉള്ളൂ. സൗണ്ട് ക്വാളിറ്റി ക്ലിസ്റ്റർ ക്ലിയർ ആണ്. വർത്ത് ഓഫ് ദ മണിയാണ് ഈ സാധനം നമുക്ക് ആക്ച്വലി. കൂടുതൽ എന്തെങ്കിലും അറിയെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ റൂമിൽ ഇത് എത്രത്തോളം വർക്ക് ആവുന്നുണ്ട്, അതായത് നമുക്ക് പ്രൊജക്ടറും ഈ ഒരു സൗണ്ട് സിസ്റ്റം കൂടി എത്രത്തോളം സിങ്കാണ് നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഞാൻ ഈ ലൈറ്റൊന്ന് ഇപ്പോൾ ഓഫ് ചെയ്യാം. നിങ്ങൾ കാണാം നമ്മുടെ സൗണ്ട് ബാർ ഇരിക്കുന്നതും നമ്മുടെ സബ് വൂഫറിൻ്റെ പൊസിഷനും നമുക്ക് കാണാം. ഇപ്പം ഞാൻ പ്രൊജക്ടർ ഓൺ ആക്കുകയാണ്.